എച്ച് മലയാളത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഓഡിറ്റ് ആൻഡ് ഗവേണൻസിൻ്റെ ഏതൊക്കെയാണ് 2 മാർക്കിന് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഉറപ്പായിട്ടും വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാൻ നോക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റ്, വാട്ട് ഈസ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് ഈസ് ദ ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട് ടു വെരിഫൈ ആക്യുറസി ആൻഡ് എൻഷുർ ട്രൂ ആൻഡ് ഫെയർ വ്യൂ. അതായത് നമ്മുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിനെ വെരിഫൈ ചെയ്യുന്ന വല്ല എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന ഒരു എക്സാമിനേഷനാണ് ഓഡിറ്റിംഗ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഓഡിറ്റ് എവിഡൻസ്? ഓഡിറ്റ് എവിഡൻസ് ഈസ് ദ പ്രൂഫ് കളക്റ്റഡ് ബൈ ഓഡിറ്റർ ടു സപ്പോർട്ട് ഹിസ് ഒപ്പീനിയൻസ്. അതായത് ഈ ഓഡിറ്റർ ഒരു പ്രൂഫായിട്ട് എന്താ പറയുക, അയാളുടെ ഒപ്പീനിയനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കളക്ട് ചെയ്യുന്ന കുറച്ച് എവിഡൻസിനെയാണ് ഓഡിറ്റ് എവിഡൻസ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് വോച്ചിങ്? വോച്ചിങ് ഈസ് ദ വെരിഫിക്കേഷൻ ഓഫ് എൻട്രീസ് വിത്ത് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ്. സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് വെച്ചിട്ട് എൻട്രീസിനെ വെരിഫൈ ചെയ്യുന്നതിനാണ് വൗച്ചിങ് എന്ന് പറയാം. വാട്ട് ഈസ് എ വൗച്ചർ? വൗച്ചർ ഈസ് എ ഡോക്യുമെൻ്ററി എവിഡൻസ് ലൈക്ക് ഇൻവോയ്സ്, റെസിപ്റ്റ് പോലൊരു ഡോക്യുമെൻ്ററി എവിഡൻസിനെയാണ് നമ്മൾ വൗച്ചർ പറയാം. വാട്ട് ഈസ് വെരിഫിക്കേഷൻ? വെരിഫിക്കേഷൻ മീൻസ് ചെക്കിംഗ് എക്സിസ്റ്റൻസ് ആൻഡ് ഓണർഷിപ്പ് ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ്. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസിൻ്റെ ഓണർഷിപ്പിനെയും എക്സിസ്റ്റൻസിനെയും ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് വെരിഫിക്കേഷൻ. വാട്ട് ഈസ് വാലുവേഷൻ? വാലുവേഷൻ മീൻസ് ഡിറ്റർമിനിങ് കറക്റ്റ് വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസും. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നതാണ് വാലുവേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഇൻറ്റേർണൽ ഓഡിറ്റ്? ഓഡിറ്റ് ഡൺ ബൈ ഇൻറ്റേർണൽ സ്റ്റാഫ് ടു ചെക്ക് എഫിഷ്യൻസി ആൻഡ് കൺട്രോളും. അതായത് നമ്മുടെ ബിസിനസ്സിനുള്ളിൽ തന്നെ വ്യക്തികൾ തന്നെ ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ഓഡിറ്റ് എന്ന് പറയാം. വാട്ട് ഈസ് എക്സ്റ്റേണൽ ഓഡിറ്റ്? ഓഡിറ്റ് ഡൺ ബൈ ഇൻഡിപെൻഡൻറ്റ് ഓഡിറ്റർ ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ. ഓർഗനൈസേഷന് പുറത്തുള്ളൊരു വ്യക്തി ഓഡിറ്റ് ചെയ്യുന്നതാണ് എക്സ്റ്റേണൽ ഓഡിറ്റ്. വാട്ട് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്? സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് മീൻസ് ദാറ്റ് ഈസ് എ കമ്പൾസറി ബൈ ലോ. ഒരു ലോ നിയമപ്രകാരം നമ്മൾ ചെയ്യുന്ന ഓഡിറ്റാണ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ്. വാട്ട് ഈസ് ഇൻവെസ്റ്റിഗേഷൻ? ഇൻവെസ്റ്റിഗേഷൻ ഈസ് എ ഡീറ്റെയിൽഡ് എൻക്വയറി ഓഫ് എ സ്പെസിഫിക് പർപ്പസ്. ഒരു പർപ്പസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എൻക്വയറി നടത്തുന്നതിനെയാണ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. വാട്ട് ഈസ് എറർ? എറർ ഈസ് ആൻ അൺഇൻറ്റൻഷണൽ മിസ്റ്റേക്ക് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ അൺഇൻറ്റൻഷണൽ ആയിട്ട് ചെയ്യുന്ന മിസ്റ്റേക്കിനെയാണ് എറർ എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫ്രോഡ്? ഫ്രോഡ് ഈസ് ആൻ ഇൻറ്റൻഷണൽ ആക്റ്റീവ് ഡിസീവും. അതായത് നമ്മൾ ഇൻറ്റൻഷനൽ വേണമെന്ന് വിചാരിച്ച് ചെയ്യുന്ന മിസ്റ്റേക്കിനെയാണ് ഫ്രോഡ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് എറർ ഓഫ് ഒമിഷൻ? ട്രാൻസാക്ഷൻ നോട്ട് റെക്കോർഡഡ് ഫുള്ളി ഓർ പാർഷ്യലി. അതായത് നമ്മൾ ട്രാൻസാക്ഷൻ ഫുള്ളായിട്ടോ പാർഷ്യലായിട്ടോ റെക്കോർഡ് ചെയ്യാത്തതിനെയാണ് എറേഴ്സ് ഓഫ് ഒമിഷൻ എന്ന് പറയാം. വാട്ട് ഈസ് എറേഴ്സ് ഓഫ് കമ്മീഷൻ? എറേഴ്സ് ഇൻ പോസ്റ്റിംഗ്, ടോട്ടലിംഗ് ഓർ ബാലൻസിങ്. വല്ല പോസ്റ്റ് ചെയ്യുന്നതിലോ ടോട്ടൽ ചെയ്യുന്നതിലോ ബാലൻസ് ചെയ്യുന്നതിലോ വല്ല എറർ സംഭവിക്കുന്നതിനാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയാം. വാട്ട് ഈസ് എറർ ഓഫ് പ്രിൻസിപ്പിൾ? വയലേഷൻ ഓഫ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ. നമ്മൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വല്ല വയലേഷനും നടത്തിയിട്ടുണ്ടെങ്കിലാണ് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആവുക. വാട്ട് ഈസ് ടെസ്റ്റ് ചെക്കിംഗ്? ചെക്കിംഗ് സാമ്പിൾ ട്രാൻസാക്ഷൻ ഇൻസ്റ്റെഡ് ഓഫ് ഓൾ. നമ്മൾ സാമ്പിൾ ട്രാൻസാക്ഷനെ ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയാം. ദെൻ വാട്ട് ഈസ് റൂട്ട് ചെക്കിംഗ്? ചെക്കിംഗ് കാസ്റ്റിംഗ്, പോസ്റ്റിംഗ് ആൻഡ് ബാലൻസസ്. അതായത് പോസ്റ്റിംഗ് അതേപോലെ തന്നെ ബാലൻസ് പേയ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ റൂട്ടീനായിട്ട് ചെക്ക് ചെയ്യുന്നതാണ് റൂട്ടീൻ ചെക്ക് എന്ന് പറയാം. വാട്ട് ഈസ് ഓഡിറ്റ് പ്രോഗ്രാം? എ പ്ലാൻ ഓഫ് ഓഡിറ്റ് വർക്ക് പ്രിപ്പയർഡ് ബൈ ദ ഓഡിറ്റർ. ഒരു ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന ഓഡിറ്റ് വർക്കിൻ്റെ ഒരു പ്ലാനിനെയാണ് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയാം. വാട്ട് ഈസ് ഓഡിറ്റ് നോട്ട്ബുക്ക്? എ ബുക്ക് യൂസ്ഡ് ടു റെക്കോർഡ് ഇമ്പോർട്ടൻറ്റ് ഓഡിറ്റ് പോയിൻറ്റ്സ് ആൻഡ് എറേഴ്സ്. അതായത് ഓഡിറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും അതേപോലെ എറേഴ്സൊക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്കാണ് ഓഡിറ്റ് നോട്ട്ബുക്ക്. വാട്ട് ഈസ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ? ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർഡ് ബൈ ഓഡിറ്റർ ആസ് എവിഡൻസ് ഓഫ് ഓഡിറ്റ് വർക്ക്. ഈ ഓഡിറ്റ് വർക്കിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് ഈ ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സിനെയാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയാം. വാട്ട് ഈസ് ഇൻറ്റേർണൽ കൺട്രോൾ? സിസ്റ്റം ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സും. എറേഴ്സിനും ഫ്രോഡ്സിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റമാണ് ഇൻറ്റേർണൽ കൺട്രോൾ. വാട്ട് ഈസ് ഇൻറ്റേർണൽ ചെക്ക്? അറേഞ്ച്മെൻറ്റ് ഓഫ് ഡ്യൂട്ടീസ് ടു മിനിമൈസ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സും. അതായത് എറേഴ്സിനും ഫ്രോഡ്സിനൊക്കെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കുറച്ച് ഡ്യൂട്ടീസിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയാം. വാട്ട് ഈസ് കണ്ടിന്യൂസ് ഓഡിറ്റ്? ഓഡിറ്റ് കണ്ടക്റ്റഡ് ത്രൂ ഔട്ട് ദി ഇയർ. എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഓഡിറ്റിനെയാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് എന്ന് പറയാം. വാട്ട് ഈസ് ഫൈനൽ ഓഡിറ്റ്? ഓഡിറ്റ് ഡൺ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ. അതായത് ഒരു വർഷത്തിൻ്റെ അവസാനം നമ്മൾ ചെയ്യുന്ന ഓഡിറ്റാണ് ഫൈനൽ ഓഡിറ്റ്. വാട്ട് ഈസ് ഇൻ്ററിം ഓഡിറ്റ്? ഓഡിറ്റ് ഡൺ ബിറ്റ്വീൻ 2 ആനുവൽ ഓഡിറ്റ്സും. 2 ആനുവൽ ഓഡിറ്റ്സിൻ്റെ ഇടയിലായിട്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ഇൻ്ററിം ഓഡിറ്റ്. വാട്ട് ഈസ് കോസ്റ്റ് ഓഡിറ്റ്? ഓഡിറ്റ് ഓഫ് കോസ്റ്റ് റെക്കോർഡ്സ്. കോസ്റ്റ് റെക്കോർഡ്സിന് മാത്രമായിട്ട് ഓഡിറ്റ് ചെയ്യുന്നതിനെയാണ് കോസ്റ്റ് ഓഡിറ്റ് എന്ന് പറയാം.
വാട്ട് ഈസ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്, എവാലുവേഷൻ ഓഫ് മാനേജ്മെൻറ്റ് പെർഫോമൻസ്. മാനേജ്മെൻറ്റ് പെർഫോമൻസിനെ എവാലുവേറ്റ് ചെയ്യാനുള്ള ഓഡിറ്റാണ് മാനേജ്മെൻറ്റ് ഓഡിറ്റ്. വാട്ട് ഈസ് സോഷ്യൽ ഓഡിറ്റ്, എവാലുവേഷൻ ഓഫ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഓഫ് ബിസിനസ്. വാട്ട് ഈസ് ക്യാഷ് ഓഡിറ്റ്, ഓഡിറ്റ് ഓഫ് ക്യാഷ് ട്രാൻസാക്ഷൻ. വാട്ട് ഈസ് സർപ്രൈസ് ചെക്ക്, സഡൻ ചെക്കിംഗ് ഓഫ് ക്യാഷ് ഓർ സ്റ്റോക്ക്. ദെൻ വാട്ട് ഈസ് ഓഡിറ്റ് ഇൻ ഡെപ്ത്, ഡീറ്റെയിൽഡ് ചെക്കിംഗ് ഓഫ് സെലക്ടഡ് ട്രാൻസാക്ഷൻ. Then what is misappropriation of cash, fraudulent use of cash for personal benefit. അതായത് നമ്മൾ പേഴ്സണൽ കാര്യത്തിനായിട്ട് ക്യാഷ് പല രീതിയിൽ യൂസ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ക്യാഷ്. വാട്ട് ഈസ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്, ചേഞ്ചിങ് അക്കൗണ്ട് ടു ഷോ ഫോൾസ് ഫിനാൻഷ്യൽ പൊസിഷൻ. വേറെ ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് നമ്മൾ തെറ്റായ രീതിയിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് മാനിപ്പുലേഷൻ ഓഫ് അക്കൗണ്ട്സ്. വാട്ട് ഈസ് ടീമിംഗ് ആൻഡ് ലാഡിംഗ്, മെത്തേഡ് ഓഫ് ഫ്രോഡ് ബൈ യൂസിങ് വൺ കസ്റ്റമേഴ്സ് പേയ്മെൻറ്റ് ടു കവർ അനദർ. മറ്റൊരാളുടെ പേയ്മെൻറ്റ് വെച്ചിട്ട് നമ്മൾ വേറൊരു ഒരു പേയ്മെൻറ്റ് കവർ ചെയ്യാൻ നോക്കുന്നതിനെയാണ് ടീമിംഗ് ആൻഡ് ലാഡിംഗ് എന്ന് പറയുന്നത്. ഇതിന് വാട്ട് ഈസ് ഓഡിറ്റ് റിപ്പോർട്ട്, എ റിപ്പോർട്ട് ഗീവൺ ബൈ ഓഡിറ്റർ എക്സ്പ്രസിങ് ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഓഡിറ്റർ നൽകുന്ന ഒരു റിപ്പോർട്ടുണ്ട്, അയാളെല്ലാം ഓഡിറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബേസ് ചെയ്തിട്ട് അതാണ് ഓഡിറ്റ് റിപ്പോർട്ട്. വാട്ട് ഈസ് ക്വാളിഫൈഡ് ഓഡിറ്റർ, എ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് എലിജിബിൾ ടു കണ്ടക്ട് ഓഡിറ്റ്. എന്താണ് ഒരു ഓഡിറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചാൽ ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കണം. അഡ്വാൻറ്റേജസ് ഓഫ് ഓഡിറ്റ് 2 എന്നാണ്. ഓക്കെ, ഡിറ്റക്ട്സ് എറേഴ്സ് ആൻഡ് ഫ്രോഡ്സ്, ഇംപ്രൂവ്സ് റിലയബിലിറ്റി. വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ഓഡിറ്റ്, എന്തൊക്കെയാണ് ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻസ്? നോട്ട് 100% ആക്യുറേറ്റ്, ഡിപ്പെൻഡ്സ് ഓൺ ഇൻഫോർമേഷൻ. വാട്ട് ഈസ് ഓഡിറ്റ് പ്ലാനിങ്, പ്ലാനിങ് ഓഡിറ്റ് വർക്ക്സ് ബിഫോർ സ്റ്റാർട്ടിങ് ഓഡിറ്റ്. Then what is audit technique, method used by auditor like vouching verification and enquiry. ഓക്കെ, നമ്മൾ 40 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഇതെന്തായാലും മാക്സിമം വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്കെ, എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക.